ഇന്നത്തെ ധ്യാനത്തിന് വേണ്ടിയുള്ള ടെക്സ്റ്റ് 2 Kings chapter 6 verse 8 to 23. ടി പത്മനാഭൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ എഴുതിയ ഒരു പുസ്തകമാണ്. അതിന്റെ തലക്കെട്ട് ത്യാഗത്തിന്റെ രൂപങ്ങൾ. ഈ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ ലൈഫ് എക്സ്പീരിയൻസ് പരാമർശിക്കുന്നുണ്ട്. വസൂരി ബാധിച്ച് ഉദുമ എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. നൗ വി ആർ ഓൾസോ ഗോയിങ് ത്രൂ എ പാൻഡമിക് ടൈം. അപ്പോൾ ഇവിടെയുള്ള സീനിയർ ഗ്രാൻഡ് ഫാദേഴ്സിനോടും ഗ്രാൻഡ് മദേഴ്സിനോടും ചോദിച്ചാൽ they will tell you what is വസൂരി. സ്മോൾ പോക്സ്. വസൂരി ഒരു പാൻഡമിക് പോലെ ദേശത്ത് പടർന്നു പന്തലിക്കുമ്പോൾ അനേകർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കാലത്തെ പോലെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഉദുമ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഒരു ചെറിയ ഹോസ്പിറ്റലിൽ അനേക രോഗികൾ ചികിത്സയ്ക്കായി വന്നിട്ടുണ്ട്. വെരി ഫ്യൂ ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് അറ്റൻഡിങ് ദം. ഈ വസൂരി എന്ന് പറയുന്ന ഈ രോഗത്തിന്റെ തീവ്രത, അതിന്റെ ഭയം പലരെയും അവരെ ഒന്ന് ചികിത്സിക്കാൻ പോലും സഹായിക്കുന്നില്ല. ഇങ്ങനെ രോഗത്തിന്റെ തീവ്രമായ അനുഭവത്തിൽ കൂടി സൗഖ്യത്തിന് വേണ്ടി ആ ഹോസ്പിറ്റലിൽ കഴിയുന്ന രോഗികളിൽ ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അവിടെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടാണ്. ഹോസ്പിറ്റൽ, ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം ഹോസ്പിറ്റലിലെ ഒരു കമ്പൗണ്ടർ അറ്റൻഡറായി വർക്ക് ചെയ്യുന്ന പോൾ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനി, അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സ് ഈ ഹോസ്പിറ്റലിന് അടുത്താണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും പെൺമക്കളും വൈകുന്നേരമാകുമ്പോൾ കഞ്ഞി, സൂപ്പ് ഉണ്ടാക്കി കൊണ്ടുവന്ന് അല്പ അച്ചാറും ഈ രോഗികൾക്ക് വിളമ്പിക്കൊടുക്കും. അതാണ് അവർക്ക് കിട്ടുന്ന ഏക. ഈ രോഗത്തിന് ആരും സഹായിപ്പാനില്ല. കോവിഡിന്റെ സമയത്ത് നമ്മൾ എല്ലാവരും കണ്ടതല്ലേ, കോവിഡ് ഉണ്ടെന്നറിഞ്ഞാൽ പിന്നെ ആ ദേശത്ത് ആരും വരത്തില്ല. എല്ലാവരും വിട്ടുമാറിപ്പോകുന്നത് പോലെയുള്ള ഒരു കോണ്ടെക്സ്റ്റ് ആണ്. അപ്പോൾ ഈ രോഗികൾക്ക് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ഭാര്യയും പെൺമക്കളും രാത്രിയിലെ ഡിന്നറിന് അവർക്ക് കഞ്ഞി വിളമ്പി കൊടുത്തിട്ട് അച്ചാറും കൊടുത്തിട്ട് വേറെ ഒന്നും കൊടുക്കാനില്ല. ഈ എല്ലാ വാർഡിലും കയറി കൊടുത്ത് അവര് വീട്ടിനുള്ളിലേക്ക് കയറുമ്പോൾ രാത്രി നന്നായി ഇരുട്ടും. ലേറ്റ് നൈറ്റിലാണ് ഇവര് വീട്ടിനുള്ളിൽ, അവരുടെ ക്വാർട്ടേഴ്സിനുള്ളിൽ കയറുന്നത്. അപ്പോൾ ഈ കമ്പൗണ്ടറിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ഈ ശുശ്രൂഷ കണ്ട ഈ മനുഷ്യൻ മനസ്സിൽ, ആരും ഞങ്ങളെ തിരിഞ്ഞു നോക്കാനില്ലാത്തപ്പോൾ ഈ രാത്രിയിൽ ഈ അത്താഴം നൽകാൻ ഈ മനുഷ്യന് സാധിക്കുന്നുണ്ടല്ലോ, അല്പം കഞ്ഞിയെങ്കിലും കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിചാരിച്ച് രാത്രിയിൽ കിടക്കുകയാണ്. കിടക്കുമ്പോൾ ഉറക്കം വരുന്നില്ല. അദ്ദേഹം ഹോസ്പിറ്റലിലെ വരാന്തയിലേക്ക് ഇറങ്ങുകയാണ്. അവിടെ നിന്ന് ഇങ്ങനെ വേദനയുടെയും ദുഃഖത്തിന്റെ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ഈ മനുഷ്യൻ കമ്പൗണ്ടറിന്റെ ഭവനത്തിലേക്ക് നോക്കി. ലൈറ്റ് അണഞ്ഞിട്ടില്ല. എപ്പോഴും ലൈറ്റ്, അവിടെ വെളിച്ചം കാണാം. ഇത്രയും ലേറ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം നൽകി കടന്നുപോയ ഈ കമ്പൗണ്ടർ ഇതുവരെ ഉറങ്ങിയിട്ടില്ലേ? അപ്പോൾ ഒരു ഹൈന്ദവനായ ഈ മനുഷ്യൻ പറയുകയാണ്, ഒരു പക്ഷേ അദ്ദേഹം ബൈബിൾ വായിക്കുന്നുണ്ടായിരിക്കാം. മേ ബി ഹി ഈസ് റീഡിങ് എ ബൈബിൾ. ഒരു ഹൈന്ദവനായ മനുഷ്യൻ, ഒരു ക്രിസ്ത്യാനിയായ ഈ സാധാരണക്കാരന്റെ പ്രവർത്തനം കണ്ട് ഹി ഈസ് ജസ്റ്റ് ഇമാജിനിങ് ദാറ്റ്. അതായത് ആരും തിരിഞ്ഞുപോലും നോക്കാൻ മനസ്സ് കാണിക്കാത്ത ഈ ഇടത്തേക്ക് ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം ഒരു മടിയും കൂടാതെ നൽകി വിളമ്പി നൽകിപ്പോയി ഭവനത്തിൽ കഴിയുന്ന ഈ കമ്പൗണ്ടർ നല്ലവണ്ണം വേദപുസ്തകം വായിക്കുന്ന ആളായിരിക്കാം. അദ്ദേഹം വായിച്ചോ ഇല്ലയോ അറിയില്ല. പക്ഷേ ഈ ഒരു മനുഷ്യന്റെ ഇമാജിൻ ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുകയാണ്, ഒരു പക്ഷേ ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം ബൈബിൾ വായിക്കുന്നുണ്ടായിരിക്കാം എന്നാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നേ ഉള്ളൂ, നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന വചനം. എല്ലാ തലത്തിലും എൻ്റെ ജീവിതത്തിന്റെയും എൻ്റെ കുടുംബ ജീവിതത്തിന്റെയും എല്ലാ അനുഭവങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ എനിക്ക് നല്ല കാഴ്ചപ്പാടും വിശ്വാസ യാത്രയിൽ
ദർശനവും നൽകുവാൻ ഈ വചനത്തിന് കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ 29 സങ്കീർത്തനം 7 മുതൽ 9 വരെയുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യഹോവയുടെ ശബ്ദം അഗ്നിജാലകളെ ചിന്നിക്കുന്നു, യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു, യഹോവയുടെ ശബ്ദം കാദേശ് മരുവിനെ നടുക്കുന്നു, യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു, അത് വനങ്ങളെ തോലുരിക്കുന്നു എന്നാണ്. The voice of God shakes the wilderness. എന്താണ് മരുഭൂമി? മരുഭൂമി മരവിപ്പ് എന്നാണ്. നോ ലൈഫ്. അവിടെ ഒന്നും ചലിക്കുന്ന ഒരു അനുഭവമില്ല, നിർജീവാവസ്ഥയാണ്. അതിനെയാണ് മരണത്തിന്റെ ഒരു ബിംബമായി നിൽക്കുന്ന മരുഭൂമി. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവ ശബ്ദം കേൾക്കപ്പെടുമ്പോൾ മരുഭൂമി പോലും നടുക്കത്തിലേക്ക്, പ്രകമ്പനങ്ങളിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. എത്രയോ നാളുകളായി വചനം കേൾക്കുന്നു, നമ്മുടെ ഉള്ളങ്ങൾ പ്രകമ്പനം കൊള്ളുവാൻ, രൂപാന്തരം കൊള്ളുവാൻ, ഒരു ചലനാത്മകതയുടെ, ക്രിയേറ്റിവിറ്റിയുടെ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് പറയുകയാണ്, അത് മാൻപേടവകളെ പോലും പ്രസവിക്കുമാറാക്കുന്നു. എന്താണ്? ഇതുവരെയും തുള്ളിച്ചാടി നടന്നിരുന്ന മാൻപേട പോലും ദൈവവചനം കേട്ടപ്പോൾ turned into a caring mother. ജീവിതത്തിൽ നിസ്സംഗതയിലും, ജീവിതത്തെ നിസ്സംഗതയുടെ അനുഭവത്തിലും ഇങ്ങനെ ഈസി ആയിട്ട്, ഇങ്ങനെ ശ്രദ്ധയില്ലാതെയൊക്കെ ജീവിച്ചിങ്ങനെ തുള്ളിച്ചാടി നടന്നിരുന്ന മാൻപേട ദൈവ ശബ്ദം കേട്ടപ്പോൾ turned into a caring mother. അതിന്റെ കോൺസെൻട്രേഷൻ മുഴുവനും I have a duty, I have a child. എനിക്കൊരു കുഞ്ഞുണ്ട്, ഇതിനെ കാക്കണം, രക്ഷിക്കണം, അതിനെ പരിപാലിക്കണം. അതാണ് വചനം പറയുന്നത്. മാൻപേടകളെ പോലും പ്രസവിക്കുമാറാക്കുന്നു എന്നുള്ളതാണ്. turned into a caring mother. അത് വനത്തിലെ വൃക്ഷങ്ങളുടെ തോലുരിക്കുന്നു. എങ്ങനെയാണ് ഈ മരങ്ങളുടെ തോലൊക്കെ ഉരിയുന്നത്? അതിന്റെ അകക്കാമ്പ് സദൃഢമാകുമ്പോൾ പുറഞ്ചട്ടകൾ തന്നെ പൊളിഞ്ഞു പോകുന്നു. വചനം ഉള്ളിൽ കയറുമ്പോൾ, ഞാൻ വചനത്തിൽ ബലപ്പെടുമ്പോൾ എന്റെ ബാഹ്യ അനുഭവങ്ങൾക്ക് പോലും രൂപാന്തരം സംഭവിക്കുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മൾ ഇന്ന് ഒരു രൂപാന്തരത്തിലേക്ക് നയിക്കുന്ന ദൈവ വചനത്തിന്റെ മുൻപാകെയാണ് താണിരിക്കുന്നത്. അതുകൊണ്ട് ഒറ്റ പ്രാർത്ഥനയുണ്ടാവൂ. ഈ വർഷത്തെ കൺവെൻഷൻ, എന്റെ ദേവാലയത്തിലെ വചനധ്യാനം എന്നെയും എന്റെ കുടുംബത്തെയും രൂപാന്തരപ്പെടുത്തുന്ന ഒരു അനുഭവമായിരിക്കണമേ എന്നുള്ളതാണ്. A moment of transformation, രൂപാന്തരത്തിന്റെ അനുഭവമായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഇന്നിവിടെ വായിച്ച വേദഭാഗം 2 Kings chapter 6 verse 8 to 23 ആണ്. അപ്പോൾ ഈ പുസ്തകത്തിന്റെ ടൈറ്റിൽ തന്നെ എന്താണ്? കിങ്സ്. ആരാണ് കിങ്സ്? ആരാണ് ഈ രാജാക്കന്മാർ? ആരാണ്? കുറഞ്ഞ പാർട്ടികളൊന്നും അല്ല. സോ ഇറ്റ് ടൈറ്റിൽസ് itself says that ഇത് ആരെക്കുറിച്ച് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പുസ്തകമാണ്? രാജാക്കന്മാരെ കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും അവരുടെ ഭരണകാലത്തിലെ അനുഭവങ്ങളെ കുറിച്ചും അവരുടെ കൊട്ടാരത്തിലെ, അവരുടെ യുദ്ധകളത്തിലെ യുദ്ധത്തെക്കുറിച്ചും ജയത്തെക്കുറിച്ചും അവരുടെ ഭരണത്തെക്കുറിച്ചും ഒക്കെ പറയാനാണ്. ദാറ്റ്സ് വൈ അതിന്റെ ടൈറ്റിൽ തന്നെ കിങ്സ് എന്നിട്ടിരിക്കുന്നു. വലിയ വലിയ കരുത്തന്മാരെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പുസ്തകമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് വലിയ ബലവാന്മാരെ കുറിച്ചും ബലമുള്ളവരെ കുറിച്ചും മേധാവിത്വത്തിന്റെ ലോകത്തിൽ നിൽക്കുന്നവരെ കുറിച്ചും സംസാരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ടൈറ്റിൽ അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ സ്കൂളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിലോ ഒരു എസ്സേ എഴുതാൻ വേണ്ടി ഒരു കോമ്പറ്റീഷൻ, ഒരു ടൈറ്റിലൊക്കെ നൽകി തന്നാൽ
സോ ആ ടൈറ്റിലിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ എസ്സേ ഇല്ലെങ്കിൽ ഒരു തീസിസിന്റെ 90% പോകുന്നത്, അല്ലേ? അതിന്റെ കണ്ടന്റ് മുഴുവനും തീം ബേസ്ഡ് ആയിരിക്കും. സോ ഇതിന്റെ ടൈറ്റിൽ എന്താണ്? കിങ്സ്. അപ്പോൾ ഈ പുസ്തകത്തിന്റെ ടൈറ്റിൽ കിങ്സ് എന്ന് പറയുമ്പോൾ രാജാക്കന്മാരെ കുറിച്ചും അവരുടെ യുദ്ധങ്ങളെ കുറിച്ചും അവരുടെ കുടുംബങ്ങളെ കുറിച്ചും അവരുടെ നിയമങ്ങളെ കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഒക്കെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ തീസിസിന്റെ ഇല്ലെങ്കിൽ ഈ വലിയ എസ്സേയുടെ ഇടയ്ക്കൊക്കെ നമുക്ക് അതിനകത്ത് ചേർക്കാൻ പറ്റാത്തതൊക്കെ വി വിൽ പുട്ട് ഇറ്റ് ഇൻ ടു ഫുട് നോട്ട്സ്, റൈറ്റ്? അടിക്കുറിപ്പുകൾ. ഫുട് നോട്ട്സിലേക്ക് ഒരു 10%, നമ്മളൊരു 100% തീസിസിന്റെ കണ്ടന്റ് എഴുതി വരുമ്പോൾ അതിലൊരു 10% ഫുട് നോട്ട്സ് ആയിട്ട് മാറും. അപ്പോൾ അതിൽ ചേർക്കാൻ പറ്റാത്തതൊക്കെ ഈ ഫുട് നോട്ട്സ്, ഈ അടിവര ഇട്ടിരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് ചേർക്കാറുണ്ട്. അങ്ങനെ തന്നെ ബലവാന്മാരെ കുറിച്ചും ശക്തന്മാരെ കുറിച്ചും സംസാരിക്കുന്ന ഈ പുസ്തകം അവിടെ ആയിട്ട് വിശക്കുന്നവനെ കുറിച്ച്, സാരാഫാത്തിലെ വിധവകളെ കുറിച്ചും അല്ലെങ്കിൽ വിധവമാരെ കുറിച്ചും അവരുടെ മക്കളുടെ മരണത്തെക്കുറിച്ചും നാബോത്തിനെ പോലെയുള്ള കർഷകനെ കുറിച്ചും ഏലിയാവിനെ പോലും എലീശായെ പോലെയുള്ള പ്രവാചകന്മാരെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നു. അപ്പോൾ ഇതിന്റെ ടൈറ്റിൽ രാജാക്കന്മാരാണ്. ബലവാന്മാരെ കുറിച്ച് സംസാരിക്കുന്ന ഈ പുസ്തകത്തിന്റെ ചില ഭാഗങ്ങളിൽ എന്തുണ്ട്? വിഡോസ്, ഹങ്കേഴ്സ്, കൃഷിക്കാര്, ഇവരൊക്കെ ഇതിന്റെ ഭാഗത്ത് വരുന്നുണ്ട്. എന്നെ പഠിപ്പിച്ച ഞങ്ങളുടെ അധ്യാപകനായിരുന്ന MC തോമസ് അച്ഛന്റെ ഒരു വീക്ഷണത്തിൽ അച്ഛൻ പറയുന്നത്, ഫുട് നോട്ട്സ് ഫ്രെയിംസ് സ്റ്റാർട്ടഡ് ഫ്രെയിമിംഗ് ദി ഫാക്ട്സ് ഓഫ് ദിസ് സ്റ്റോറി. അടിക്കുറിപ്പുകൾ ഈ പുസ്തകത്തിന് അതിമനോഹരമായ ഒരു ഫ്രെയിം ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു നല്ലൊരു ഫോട്ടോ, പിക്ചർ ഉള്ള ഒരു ഫോട്ടോ കിട്ടി. അപ്പോൾ അത് കിട്ടിയപ്പോൾ അത് നിങ്ങളുടെ ഡ്രോയിങ് റൂമിൽ തൂക്കിയിടണമെങ്കിൽ അതിന് ബ്യൂട്ടിഫുൾ ആയിരിക്കുന്ന ഒരു ഫ്രെയിം ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഇറ്റ് ലുക്സ് വെരി നൈസ്. അതുപോലെ തന്നെ ഈ പുസ്തകം വായിക്കുമ്പോൾ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കിങ്സ് നമ്മൾ വായിക്കുമ്പോൾ ഈ പുസ്തകത്തിന്റെ മഹത്വം തിരിച്ചറിയാൻ സാധിക്കുന്നത് അടിക്കുറിപ്പുകൾ എന്ന് പറയുന്ന ലോകവീക്ഷണത്തിൽ ബലമില്ലാത്തവരും ബലഹീനരുമായിരിക്കുന്ന ഒരു വർഗം, ഒരു സമൂഹമുണ്ട്. അവരാണ് ഈ പുസ്തകത്തെ ബ്യൂട്ടിഫുൾ ആക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അത്തരത്തിൽ ഈ പുസ്തകത്തെ സമീപിപ്പാനും അതനുസരിച്ച് ഈ പുസ്തകത്തിലെ കാര്യങ്ങളെ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം. അതുകൊണ്ട് രാജാക്കന്മാരെ കുറിച്ചും അവരുടെ യുദ്ധങ്ങളെ കുറിച്ചും അവരുടെ കുതിരകളുടെ കാലൊച്ചകളെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന ഈ പുസ്തകത്തിൽ സാരാഫാത്തിലെ വിധവയും നാബോത്തിനെ പോലെയുള്ള കർഷകനും വിശക്കുന്നവനും ക്ഷാമകാലത്ത് ഭാരപ്പെടുന്നവനും ആഹാരമില്ലാത്തവനും ഒക്കെയുമുള്ള ഒരു വർഗത്തെക്കുറിച്ച് പറയുകയാണ്. അവരാണ് ഈ പുസ്തകത്തെ അതിമനോഹരമായ ഒരു ഫ്രെയിം ചിട്ടപ്പെടുത്തിക്കൊടുക്കുക. ദേ ആർ നോട്ട് ഇമ്പോർട്ടന്റ്, കാരണം കിങ്സ് ആണ് ഇമ്പോർട്ടന്റ്. പക്ഷേ ഈ കിങ്സും ഈ വലിയ പുസ്തകത്തിന്റെ ഈ തലക്കെട്ടിനനുസരിച്ച് വരുന്ന ഈ കണ്ടന്റ് ബ്യൂട്ടിഫുൾ ആകുന്നത് ആരെ കൊണ്ടാണ്? ഈ പാവപ്പെട്ടവരും മാർജിനിൽ കിടക്കുന്ന, അടിവരയിൽ, അതായത് ഫുട് നോട്ട്സിൽ കിടക്കുന്ന ഈ ഒരു വർഗമാണ് ഇതിനെ ബ്യൂട്ടിഫുൾ ആക്കി തീർക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വായിച്ച വേദഭാഗത്തെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത് അരാം രാജാവിന് ഇസ്രായേൽ രാജാവിനോട് യുദ്ധം നടക്കുകയാണ്. അപ്പോൾ സകല ടെക്നോളജിയും ഉപയോഗിച്ച് പ്ലാൻ ചെയ്ത യുദ്ധമാണ് അരാം രാജാവ്. അന്നത്തെ കാലത്തെ എല്ലാ ടെക്നോളജിയും ഉപയോഗിച്ച് പ്ലാൻ ചെയ്ത യുദ്ധമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇന്ത്യയിലൊക്കെ സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ ഒരു വർഷം മുമ്പൊക്കെ ഭയങ്കര ശക്തമായി വന്നു. അപ്പോൾ ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ അന്നേ അരാം രാജാവ് സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ പ്ലാൻ ചെയ്ത ആളാണ് ഇസ്രായേലിന്റെ മുകളിൽ. അപ്പോൾ സകല ടെക്നോളജിയും ഉപയോഗിച്ച് പ്ലാൻ ചെയ്ത ഒരു യുദ്ധമാണ്, നടക്കുന്ന ഒരു യുദ്ധമാണ്. അപ്പോഴാണ് നമ്മൾ അവിടെ കാണുന്നുണ്ട്, the man of God sent a word to the king of Israel. ദൈവപുരുഷനായ എലീശ
ആളയച്ച് ഇസ്രായേൽ രാജാവിനെ ബോധിപ്പിക്കുകയാണ്. ഇന്നിന്ന സ്ഥലത്ത് നീ ശ്രദ്ധിക്കണം, അരാം രാജാവ് പട അയക്കുന്നുണ്ട്. അങ്ങനെ അവിടെ പറയുന്നുണ്ട്, ഒന്നല്ല രണ്ടല്ല, പല തവണ അവൻ ഇസ്രായേൽ രാജാവിനെ അരാം രാജാവിന്റെ കരങ്ങളിൽ നിന്ന് രക്ഷിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ വേദഭാഗത്ത് ഒന്നാമതായിട്ട് പറഞ്ഞ് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം, ബൈ ഫെയ്ത്ത് എലീഷ envisioned an alternative world. വിശ്വാസയാത്രയിൽ വിശ്വാസത്താൽ എലീശ പുതിയൊരു ലോകക്രമത്തെ വിഭാവനം ചെയ്യുവാൻ സാധിച്ചു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ അരാം രാജാവിന്റെ ഈ യുദ്ധതന്ത്രങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്ത് ഇസ്രായേലിനെ രക്ഷിക്കുകയാണ്. അവിടെ പറയുന്നുണ്ട്, അരാം രാജാവ് എന്താണ്, അവൻ ഭയപ്പെട്ടു, അവൻ കലങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. He shocked. അപ്പോൾ അദ്ദേഹം തന്റെ മന്ത്രിസഭയൊക്കെ വിളിച്ചു അവരോട് പറയുകയാണ്, നമ്മുടെ കൂട്ടത്തിൽ ആരോ സ്പൈ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇത്ര കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത, നമ്മുടെ ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ചും നമ്മുടെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ച് പ്ലാൻ ചെയ്ത യുദ്ധം ഇസ്രായേൽ രാജാവ് അറിയണമെങ്കിൽ ഇവിടുന്ന് ആരെങ്കിലും പോയി അവിടെ പറഞ്ഞിട്ടുണ്ടാകാം. അവൻ ആരെന്ന് കണ്ടുപിടിക്കണം. അപ്പോഴും ഏത് സമയത്ത് യുദ്ധക്കളത്തിൽ ജീവൻ പൊലിഞ്ഞു പോകാവുന്ന ഒരു സൈനികൻ പറയുകയാണ്, രാജാവേ, നീ നിന്റെ ശയ്യഗ്രഹത്തിലിരുന്ന് സംസാരിക്കുന്ന വാക്കുപോലും അപ്പോൾ അറിയുന്ന ഒരു മനുഷ്യൻ, പ്രവാചകനായ എലീശ ഇസ്രായേലിലുണ്ട്. ദിസ് ഈസ് എ ന്യൂ നോളജ്. അരാം രാജാവിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ദിസ് ഈസ് എ ന്യൂ നോളജ്. എന്റെ അറിവിനേക്കാളും മികച്ച ഒരു അറിവ് ഇസ്രായേലിലുണ്ടോ? എന്റെ അറിവാണ് വലുത്, എന്റെ ടെക്നോളജിയാണ് വലുത് എന്ന് ഞാൻ വിശ്വസിച്ച് ജീവിക്കുമ്പോൾ എന്റെ അറിവിനെയും എന്റെ തന്ത്രത്തെയും എന്റെ പ്ലാനിനെയും വെല്ലുന്ന ഒരു അറിവ് ഇസ്രായേലിൽ അതെങ്ങനെയാണ്? അതാണ് അദ്ദേഹത്തെ ഏറ്റവും അധികം കലങ്ങിപ്പോകാൻ ഇടയാക്കിയത്. അദ്ദേഹം ഭാരപ്പെടുകയാണ്. അദ്ദേഹം പറയുകയാണ്, അവൻ എവിടെയുണ്ട്? അവൻ ദോഥാനിലുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിവ് കിട്ടുകയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഈ വിഷയം, ഒന്നാമത്തെ പോയിന്റിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, തന്റെ ചുറ്റുപാടുകളെ കുറിച്ച് തുറവിയുള്ളവനായ ഒരു മനുഷ്യനായിരുന്നു ആര്? എലീശ. അദ്ദേഹം ഒരു ഉപദേശിയാണ്. അദ്ദേഹം ഒരു ദൈവവചനം സംസാരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്. യുദ്ധക്കളത്തിൽ പോയി യുദ്ധം ചെയ്യുന്ന രാജാവല്ല. ഹീസ് എ സിമ്പിൾ സെർവന്റ് ഓഫ് ലോർഡ്. അദ്ദേഹം ഒരു കാര്യം ബോധ്യപ്പെടുത്തുകയാണ്, ജീവിക്കുന്ന ലോകത്തിൽ തന്റെ കോണ്ടെക്സ്റ്റിനെ കുറിച്ച് അറിവ് നമുക്ക് വേണം. ഈ ലോകത്തിൽ 3 തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന്, there are people who knows, who don't know anything about the things happening in our world. ഈ ലോകത്തിൽ എന്താ നടക്കുന്നത് എന്നതിനെ കുറിച്ച് ബോധേഡ് അല്ലാത്ത, അതിനെക്കുറിച്ച് അറിയാൻ പോലും ഇഷ്ടമില്ലാത്ത കുറെ ആൾക്കാർ ഈ ലോകത്തിലുണ്ട്. അവർക്ക് അറിയത്തുപോലും ഇല്ല എന്താ, വാട്ട് ഈസ് കോവിഡ്, ഇന്ത്യയിൽ എന്ത് സംഭവിക്കുന്നു, അമേരിക്കയിൽ മറ്റു സ്ഥലങ്ങളിൽ കോവിഡിന്റെ എന്താണ് ഇക്കോളജിക്കൽ ക്രൈസിസ്, ഇതൊന്നും അവരുടെ വിഷയമല്ല. അവർക്ക് അതിനെക്കുറിച്ച് അറിയാനും താല്പര്യമില്ല. അങ്ങനെ കുറെ ആൾക്കാർ ഈ ലോകത്തിലുണ്ട്. There are people, even they are not interested to know anything. പള്ളിയിലൊക്കെ വരും, മാർത്തോമാ സഭ എന്താണെന്ന് ചോദിച്ചാൽ ഒന്നും അറിയില്ല. മാർത്തോമാ സഭയുടെ മിഷൻ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നും അറിയില്ല. ഇങ്ങനെ പള്ളിയിലൊക്കെ വന്നൊക്കെ അങ്ങ് പോകും. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. പിന്നെ രണ്ടാമത്തെ ഗ്രൂപ്പ് ഉണ്ട്, they knows everything but it's not my business. എല്ലാം അറിയാം. പാവപ്പെട്ടവനുണ്ട്, കോവിഡ് കൊണ്ട് ഭാരപ്പെടുന്ന എന്നെ പോലെയുള്ള മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. യുദ്ധക്കളത്തിൽ ഭാര്യയും മക്കളെയും ഇല്ലെങ്കിൽ അനാഥത്വത്തിന്റെ അഭയാർത്ഥികളായി ഓടിപ്പോകേണ്ട അവസ്ഥയിലേക്ക് പോകുന്ന സമൂഹത്തെക്കുറിച്ചും രാജ്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാം. പക്ഷേ ഇറ്റ്സ് നോട്ട് മൈ ബിസിനസ്, അത് എൻ്റെ കാര്യമല്ല.
എനിക്ക് എൻ്റെതായ വിഷയങ്ങളുണ്ട് എന്ന് ജീവിക്കുന്ന കുറെ മനുഷ്യർ. പിന്നെ മൂന്നാമതായിട്ട്, there are people who are in this world who are cause for some happenings. ഈ ലോകത്തിൽ ചില മാറ്റങ്ങളും ചില സംഭവങ്ങളും സാധ്യമായി തീരുന്നത് ചില മനുഷ്യരാണ്. അവർ മൂലമാണ് ചിലതൊക്കെ അങ്ങ് നടന്നു പോകുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ, എലീശ തുറവിയുള്ളായിരുന്നു. ചുറ്റുപാട്, തൻ്റെ രാജ്യത്ത്, തൻ്റെ സഭയിൽ എന്താണ് സംഭവിക്കുന്നത് അതിനെക്കുറിച്ച് അറിയാൻ, മനസ്സിലാക്കാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യനാണ്. അങ്ങനെ എലീശ അത്തരത്തിൽ തുറവിയുള്ളവനായിരുന്നു. അവന്റെ രാജ്യത്തെ വിടുവിച്ചു. അപ്പോൾ അതാണ് അരാം രാജാവിനെ ഏറ്റവും അധികം ഭാരപ്പെടുത്തി കളഞ്ഞത്, തൻ്റെ അറിവിനെ വെല്ലുന്ന ഒരു അറിവ്. COVID-19 എന്ന് പറയുന്ന പാൻഡമിക് വരുന്നവരെ ഈ ലോകത്തിലെ മനുഷ്യന്റെ ഭാവമായിരുന്നു, ചിന്തയായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളൊക്കെ അങ്ങ് എല്ലാത്തിനെ അതിജീവിക്കാം, എല്ലാം അറിയാം, അതുപോലെ ടെക്നോളജിക്കലി നമ്മൾ സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് നിന്നവർ വെറും സോപ്പും കൊണ്ടും സാനിറ്റൈസർ കൊണ്ടും കൊല്ലാവുന്ന ഒരു വൈറസ് വിചാരിച്ചാൽ വമ്പൻ രാജ്യങ്ങളെ പോലും പൂട്ടാൻ സാധിക്കുമെന്ന് ഈ പാൻഡമിക് നമ്മെ പഠിപ്പിച്ചു കഴിഞ്ഞു. നീ അനങ്ങുകയില്ല, നീ പൂട്ടി പോകേണ്ട അനുഭവത്തിലേക്ക് വരുമെന്ന് ഈ പാൻഡമിക് നമ്മെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിന്റെ ടെക്നോളജിയോ നിന്റെ ഇപ്പോഴത്തെ അറിവോ ഇതൊന്നും, ഇപ്പോഴും നമ്മൾ അതിന്റെ ഭാരം അനുഭവിച്ചുകൊണ്ടിരിക്കും. ഇതൊന്നും മാറിക്കിട്ടിയാൽ മതിയെന്ന് പ്രാർത്ഥിക്കുന്ന എത്രയോ പേരുണ്ട്. ഒരു വൈറസ് വിചാരിച്ചാൽ ഈ ലോകത്തെ പൂട്ടാമെന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ മനുഷ്യൻ പ്രാർത്ഥന കൊണ്ടും ദൈവവചന കൊണ്ടും ദൈവീക ഒരു ലോകത്തെ, ഒരു വ്യത്യസ്തമായ ഒരു ലോകത്തെ വിഭാവനം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇസ്രായേലിലെ രാജാവ് ഈ പ്രവാചകന്റെ വാക്കുകളിൽ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേലിന്റെ ബലം എന്ന് പറയുന്നത് ഈ പ്രാർത്ഥിക്കുന്ന ഈ മനുഷ്യനാണ്. അതിന്റെ ഒരു മഹത്വം കാണണമെങ്കിൽ യു ഷുഡ് ഗോ ആൻഡ് റീഡ് 2 Kings chapter 13 verse 14 to 16. നിങ്ങൾ ഇത് വീട്ടിൽ ചെന്ന് വായിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ പറയുന്നുണ്ട്, ആ കാലത്ത് എലീശ മരണഹേതുവായ രോഗം പിടിച്ച് കിടക്കുമ്പോൾ ഇസ്രായേൽ രാജാവായ യോവാശ് അവന്റെ അടുക്കൽ വന്ന്, എന്റെ പിതാവേ ഇസ്രായേലിന്റെ തേരും തേരാളിയുമായുള്ളവേ എന്ന് വിളിച്ചു. ഒരു രാജ്യത്തിന്റെ പ്രഭു വന്ന് ഒരു സുവിശേഷകന്റെ കിടക്കയിൽ വന്ന് കമണ്ണ് വീണ് പ്രാർത്ഥിക്കുകയാണ്, കരയുകയാണ്. ഇസ്രായേലിന്റെ തേരാണ്, തേരാളിയാണ്. ചാരിയറ്റ്സ് ഓഫ് ഇസ്രായേൽ, ഹോർസ്മെൻ ഓഫ് ഇസ്രായേൽ. ഇസ്രായേലിന്റെ തേരും തേരാളിയുമായുള്ളവേ എന്നാണ് ഒരു രാജാവ് പറയുകയാണ്. എൻ്റെ ഈ രാജ്യത്തിന്റെ ബലം എന്ന് പറയുന്നത് സൈന്യമല്ല, എൻ്റെ രാജ്യത്തിന്റെ ബലം എന്ന് പറയുന്നത് തങ്കമോ വജ്രമോ അല്ല, ഈ പ്രാർത്ഥിക്കുന്ന ഈ മനുഷ്യനാണ്. ഇസ്രായേലിന്റെ തേരും തേരാളിയുമായുള്ളവേ എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു വാർഷിക കൺവെൻഷനും ഒരു ഇടവക ദിനത്തിന്റെ അനുഭവത്തിലേക്ക് നാം യാത്ര ചെയ്യുമ്പോൾ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ ഇടവകയുടെ ബലം എന്ന് പറയുന്നത് നമ്മുടെ പള്ളിയിലെ ബാങ്ക് ബാലൻസ് അല്ല. പ്രാർത്ഥിക്കുന്ന, ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന, രാവും പകലും സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അതിനുവേണ്ടി ജീവിതം വേർതിരിച്ചിരിക്കുന്ന, ഇടവകയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളാണ് എന്ന് നാം ഓർക്കണം. അതുകൊണ്ട് ഒരു കുടുംബത്തിന്റെ ബലം, ഒരു സഭയുടെ ബലം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലാണ്, വചനം വായിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് രാജാവ് പറയുന്നത് ഇസ്രായേലിന്റെ തേരും തേരാളിയുമായുള്ളവേ എന്ന്. നമ്മൾ വീണ്ടും ആ ഭാഗത്ത് നിന്ന് മുമ്പോട്ട് പോകുമ്പോൾ വീണ്ടും നാം അവിടെ കാണുന്നുണ്ട്, അരാം രാജാവ് അവൻ എവിടെയുണ്ട്, വേർ ഹി ഈസ്. അപ്പോൾ അവരെല്ലാം കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു, GPS ഒക്കെ വെച്ച് ഇങ്ങനെ സ്കാൻ ചെയ്ത് ഡ്രോൺ ഒക്കെ വിട്ട്, നമ്മൾ ഇന്നൊക്കെ അത് ചെയ്യുന്ന പോലെ ജസ്റ്റ് ഇമാജിൻ. അപ്പോൾ അതൊക്കെ വിട്ട് അദ്ദേഹം എവിടെയുണ്ട്? അദ്ദേഹം ദോത്താനിലുണ്ട്, ശമരിയിലെ ഒരു കൊച്ചു പട്ടണത്തിൽ അദ്ദേഹം ഉണ്ട്. അവിടെ പറയുന്നുണ്ട് ഏറ്റവും ശക്തമായ പടയെ അവിടേക്ക് അയച്ചു എന്നുള്ളതാണ്. കയ്യിലൊരു വാളില്ലാത്ത ഒരു ഉദ്ദേശിയെ പിടിക്കാൻ
ദൈവവചനം പ്രസംഗിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ പിടിക്കാൻ അരാം രാജാവ് അയച്ചത് ഏറ്റവും ശക്തമായ പടയെ എവിടേക്ക് അയച്ചു? ശമര്യയിലേക്ക്, ദോത്താനിലേക്ക് അയക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ ഇങ്ങനെ ഈ സംഭവം വായിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അവിടെ നാം കാണുന്നുണ്ട്, ഈ അരാം രാജാവിന്റെ പട, സൈന്യം വന്ന്, ആർമി വന്ന് ഈ ശമര്യയെ അങ്ങ് വളഞ്ഞു. അപ്പോൾ ഈ എലീശയുടെ ബാല്യക്കാരൻ ഗേഹസി എന്നാണ് ചില പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ, അദ്ദേഹത്തെ സഹായിക്കുന്ന കപ്പിയാരെന്ന് വേണമെങ്കിൽ വിളിക്കാം, അങ്ങനെ ഒരു കൊച്ചു പയ്യൻ അവിടെ ഉണ്ട്. അവൻ ഈ രാവിലെ എണ്ണിച്ച് പ്രാർത്ഥിക്കുന്ന ആളായിരിക്കാം ഈ എലീശ. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് എന്തോ കാര്യത്തിന് വേണ്ടി പുറത്തോട്ട് പോയി അതേ സ്പീഡിൽ ഉള്ളിലേക്ക് ഓടി വരികയാണ്. പറയുകയാണ്, യജമാനനെ, യജമാനനെ, നമ്മൾ ശത്രുവിന്റെ വലയിൽ ആയിരിക്കുകയാണ്. നമുക്ക് ചുറ്റും അരാം രാജാവിന്റെ വലിയൊരു സൈന്യം പാളയമിറങ്ങിയിരിക്കുകയാണ്. നമുക്കൊരു രക്ഷയില്ല. എവറിത്തിങ് ഈസ് ഗോയിങ് ടു എൻഡ്. ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോവുകയാണ്. നോ ഹോപ്പ്. ഒരു പ്രതീക്ഷയുമില്ല. ഈ സൈന്യത്തിന്റെ ചുറ്റും നമുക്ക് ചുറ്റും ഈ സൈന്യം വളഞ്ഞിരിക്കുകയാണ്. രണ്ടാമതായിട്ട് നമ്മോട് കാണുന്നത്, ഇൻ ഫെയ്ത്ത് ജേർണി Elisha's prayer helped him to see the view beyond the view. കാഴ്ചയ്ക്കപ്പുറത്തെ കാഴ്ച കാണാൻ അവന്റെ പ്രാർത്ഥനയും അവന്റെ വിശ്വാസ ജീവിതവും അവനെ സഹായിക്കുകയാണ്. എലീശ പറയുകയാണ്, ഭയപ്പെടേണ്ട, നമ്മോടുകൂടെ ഉള്ളവർ അവരോടുകൂടെ ഉള്ളവരെക്കാളും അധികം. ഈ ബാല്യക്കാരന്റെ കണ്ണ് തുറക്കേണ്ടതിന് അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവിടെ നാം കാണുന്നുണ്ട്, ദൈവം ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. അവൻ കണ്ണ് തുറന്ന് പുറത്തോട്ട് നോക്കിയപ്പോൾ അഗ്നിമയമായ കുതിരകളാലും രഥങ്ങളാലും മല ചുറ്റി നിൽക്കുന്നത് അവൻ കണ്ടു എന്നാണ് പറയുന്നത്. അഗ്നിമയമായ രഥങ്ങളാലും സൈന്യങ്ങളാലും പ്രവാചകന് ചുറ്റും മല നിറയെ ദൈവീക സൈന്യം നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പ്രാർത്ഥന കൊണ്ട് കാഴ്ചയ്ക്കപ്പുറത്തെ കാഴ്ച കാണാൻ സഹായിക്കുന്ന അനുഭവം. എല്ലാം തീർന്നു, ഫുൾ സ്റ്റോപ്പ്, നോ എനി ഹോപ്പ് എന്ന് പറഞ്ഞ് വിചാരിച്ച നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലേ? പഠന മേഖലത്തിലായാലും ബിസിനസ് രംഗത്തിലായാലും ജോലി മേഖലയിലായാലും നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടില്ലേ, എല്ലാം തീർന്നു, there is no any hope, ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോകുകയാണ് എന്ന് പറഞ്ഞപ്പോഴും പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹം കണ്ടെത്തിയ ഒരു സമൂഹമാണ്. ത്രൂ പ്രേയർ, ദ കൺവിക്ഷൻ ദാറ്റ് ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. ദൈവം എല്ലാം നിയന്ത്രിക്കുന്നു എന്ന് എലീശ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, പ്രാർത്ഥനയാൽ കാഴ്ചയ്ക്കപ്പുറത്തെ കാഴ്ച കാണാൻ, ഇതുവരെ കണ്ടത് മുഴുവനും കോവിഡ്, എവ്രിവെയർ ഡ്രൈനസ്, ഒരു പ്രതീക്ഷയുമില്ല. പലയിടത്തും ന്യൂസ് തുറന്നാൽ മരണവാർത്തകളാണ്. ഇതൊക്കെയാണ്, എല്ലായിടത്തും നെഗറ്റീവാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ഇനി നമുക്ക് എത്ര നാൾ ആയുസ്സുണ്ട് എന്നൊക്കെ നമ്മൾ ഭാരപ്പെടുമ്പോൾ, ഇനി എത്ര നാൾ എൻ്റെ ജോലി, എൻ്റെ അനുഭവങ്ങൾ മുൻപോട്ട് പോകുമെന്ന് വിചാരിക്കുമ്പോൾ, പ്രാർത്ഥനാ ജീവിതവും ദൈവവചനവും കാഴ്ചയ്ക്കപ്പുറത്തെ കാഴ്ച കാണാൻ എന്നെയും നിങ്ങളെയും സഹായിക്കുന്നതാണ്. ചില ഇടവകളിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ ചില പ്രായമുള്ള അപ്പച്ചനും അമ്മച്ചിയും പറയാറുണ്ട്, അച്ഛാ, ഒത്തിരി കഷ്ടപ്പെട്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തി, അവർക്ക് കൊടുക്കാനൊന്നുമില്ലായിരുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് ഇന്ന് പേർഷ്യയിലോ അമേരിക്കയിലോ ഒക്കെ ഞങ്ങളുടെ മക്കൾ ജോലി ചെയ്യുന്നത്. പ്രാർത്ഥന കൊണ്ട് കാഴ്ചയ്ക്കപ്പുറത്തെ കാഴ്ച കണ്ട ഒരു സഭയിലെ അംഗങ്ങളാണല്ലോ നമ്മൾ. വെറും വട്ടപൂജ്യത്തിൽ നിന്ന് ആരംഭിച്ചവരാണ് മാർത്തോമാ സഭ. അതിന്റെ ഒരു ഉദാഹരണം, ഒരു സീനിയർ അച്ഛൻ കൺവെൻഷനിൽ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് റോയൽ കോടതി വിധി വരുമ്പോൾ നമ്മുടെ സഭ എല്ലാം നഷ്ടപ്പെട്ടു. നമുക്ക് വെറും 3 ഫുൾ ചർച്ചസും ബാക്കി 5 ഹാഫ് ചർച്ചസുമാണ്. അതുകൊണ്ട് ഈ എവ്രി യൂത്ത് ആൻഡ് സൺഡേ സ്കൂൾ ചിൽഡ്രൻ, യു ഷുഡ് ലേൺ ദ ഹിസ്റ്ററി ഓഫ് മാർത്തോമാ ചർച്ച്. റോയൽ കോടതി വിധി 1889 വരുമ്പോൾ
മാർത്തോമാ സഭയ്ക്ക് എല്ലാം നഷ്ടപ്പെട്ടു. വെറും കോഴഞ്ചേരി, മാരാമൺ, കൊട്ടാരക്കര, ഈ 3 ഫുൾ ചർച്ചസ്. ഓൺലി 3 ഫുൾ ചർച്ചസ്. ബാക്കി എല്ലാം മല്ലപ്പള്ളി, ചെങ്ങന്നൂർ, കൂർത്തമല, ഇങ്ങനെയുള്ള ആ പകുതി നമ്മളും പകുതി, ഇങ്ങനെ ഒരു 5 പള്ളി. ഓർത്ത് നോക്കാമോ? ഇതിൽ നിന്ന് തുടങ്ങിയവരാണ് നമ്മൾ. അപ്പോൾ ഇങ്ങനെ റോയൽ കോടതി വിധി വന്നു. അത് അന്നത്തെ മെത്രാപ്പൊലീത്തയുടെ അരികിൽ അറിയിക്കുവാൻ ഐ വർഗീസ് സാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ശിരസ്ത്രധാരായിരുന്ന ഒരു മനുഷ്യൻ, മാവേലിക്കരയിലെ പള്ളിമേടയിൽ താമസിക്കുന്ന തിരുമേനിന്റെ അരികിൽ പോകുകയാണ്. അപ്പോൾ തിരുമേനിന്റെ അടുത്ത് ചെന്ന് ഇത് പറയുമ്പോൾ തിരുമേനി എന്ത് വിചാരിക്കുമെന്നൊക്കെ ഭാരപ്പെട്ട് അദ്ദേഹം കയറി വരുമ്പോൾ തിരുമേനി ഈ സാറിന്റെ വരവ് കണ്ടപ്പോഴേ തോന്നി നമ്മൾ തോറ്റു, എല്ലാം നഷ്ടപ്പെട്ടു. എന്താ വർഗീസേ, നമ്മൾ തോറ്റോ എന്ന് ചോദിക്കുമ്പോൾ അതേ തിരുമേനി, നമുക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഈ സഭയിലെ ഒരു മെത്രാച്ചൻ, ഒരു മെത്രാപ്പൊലീത്ത പറഞ്ഞ വാക്കാണ്, കരഞ്ഞ് പ്രാർത്ഥിപ്പാൻ കണ്ണുനീരും കയ്യിൽ ഒരു ചുവന്ന വേദപുസ്തകം ഉണ്ടെങ്കിൽ എന്താണ് ഈ സഭയ്ക്ക് നഷ്ടപ്പെടാനുള്ളത്? കരഞ്ഞ് പ്രാർത്ഥിപ്പാൻ കണ്ണുനീരും കയ്യിൽ ഒരു ചുവന്ന വേദപുസ്തകം ഉണ്ടെങ്കിൽ എന്താണ് ഈ സഭയ്ക്ക് നഷ്ടപ്പെടാനുള്ളത്? എന്തൊരു വിശ്വാസമാണ്! ഒന്നുമില്ലാത്ത അനുഭവത്തിൽ ഈ സഭയെ ദൈവം ഈ ബാൾട്ടിമോറിന്റെ ദേശത്ത് സ്റ്റാൻലി ജോൺസ് ആരാധിച്ചു കൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ പൂർവജർ താമസിച്ചിരുന്ന ഈ ദേവാലയം വാങ്ങാൻ മാർത്തോമാക്കാരെ ദൈവം ബലപ്പെടുത്തിയില്ലേ? വട്ടപൂജ്യത്തിൽ നിന്ന്. ഇതോർത്ത് ദൈവത്തെ സ്തുതിക്കണം. ഈ ചരിത്രം നിങ്ങളുടെ തലമുറയോട് പറയാൻ മറക്കരുത്. പ്രാർത്ഥന കൊണ്ട് കാഴ്ചക്കപ്പുറത്തെ കാഴ്ച കണ്ട, വിശ്വാസത്തിന്റെ മഹത്വം ദർശിച്ച സഭയിലെ അംഗങ്ങളാണ് നമ്മൾ. ഈ ചരിത്രം നമ്മുടെ തലമുറയോട് പറയാൻ മറക്കരുത്. ഇവിടെയുള്ള മാതാപിതാക്കൾ ഒറ്റ ചോദ്യമാണ്, നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഫോർഫാദേഴ്സ്, പേരൻസ് പ്രാർത്ഥിച്ച് പറയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടും എന്നവർ നിർവചിച്ചാൽ, അതവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചെങ്കിൽ, can you define what will be the future of Marthoma Church in USA after 50 years? By faith, can you define it? പറയാൻ സാധിക്കുമോ? എന്തിനാണ് ഈ കൺവെൻഷൻ? എന്തിനാണ് ഇടവക ദിനം? 20 വർഷം കഴിഞ്ഞാൽ എന്റെ സഭ ഈ അമേരിക്കയുടെ ദേശത്ത് എന്തായി തീരുമെന്ന് സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത മാർത്തോമാക്കാരെ ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, വിശ്വാസത്താൽ കാഴ്ചക്കപ്പുറത്തെ കാഴ്ച കാണാൻ നിന്നെ ദൈവം സഹായിക്കുന്ന, അങ്ങനെ ദൈവം നമ്മളെ ഉയർത്തിയതാണ്. ഈ വിശ്വാസം കൈവിടിയാൻ പാടില്ല. നമ്മുടെ ഫോർഫാദേഴ്സ് അവർ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ഞങ്ങളുടെ മിഷൻ ഫീൽഡുകൾ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ദൈവമക്കൾ ഇറങ്ങും. അങ്ങനെ ആയിരക്കണക്കിന് പള്ളികൾ, കോൺഗ്രിഗേഷൻസ്. ഈ അമേരിക്കയുടെ ദേശത്ത് എത്ര ഇടവകകൾ! ഭാരതത്തിന്റെ ഗ്രാമങ്ങളിൽ കോൺഗ്രിഗേഷൻസ് ഇതൊക്കെയും ലഭിച്ചത് ഡിഡിയും ഡ്രാഫ്റ്റും അല്ല, പ്രാർത്ഥിക്കുന്ന, സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്ന, സമർപ്പിക്കുന്ന മാതാപിതാക്കളുടെ തലമുറകൾ കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബാൾട്ടിമോറിന്റെ ബലമെന്ന് പറയുന്നത് പള്ളിയിലെ ബാങ്ക് ബാലൻസ് അല്ല, പ്രാർത്ഥിക്കുന്ന മക്കളാണ്, പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളാണ് ഈ ഇടവകയുടെ ബലം. അതുകൊണ്ട് എലീശ പറയുകയാണ്, കാഴ്ചയ്ക്കപ്പുറത്തെ കാഴ്ച കാണാൻ എലീശയുടെ പ്രാർത്ഥനാ ജീവിതം സഹായിക്കുകയാണ്. അവൻ കാണുകയാണ്, മല നിറയെ അഗ്നിമയമായ കുതിരകളാലും രഥങ്ങളാലും മല ചുറ്റി നിൽക്കുന്നത് അവൻ കണ്ടു. പ്രവാചകന്റെ ഇടത്തും വലത്തും ദൈവത്തിന്റെ മഹാസൈന്യം പാളയം ഇറങ്ങിയിരിക്കുന്ന. ആർക്ക് തൊടാൻ സാധിക്കും? എല്ലാം തീർന്നു എന്ന് വിചാരിച്ച് ഭാരപ്പെട്ടപ്പോൾ ഗോഡ് ഈസ് ഇൻ കൺട്രോൾ എന്ന് പറയുന്ന ബോധ്യം പ്രാർത്ഥന കൊണ്ടും വചനധ്യാനം കൊണ്ടും സാധിച്ചെങ്കിൽ, ഈ കോവിഡ് എന്ന് പറയുന്ന മഹാവ്യാധിയുടെ മധ്യത്തിൽ കൂടി ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, കാഴ്ചയ്ക്കപ്പുറത്തെ കാഴ്ച കാണാൻ എന്റെ ആത്മീയത, എന്റെ ഈ വർഷത്തെ കൺവെൻഷൻ, എന്റെ ഇടവകയുടെ വാർഷിക ദിനം എന്നെ സഹായിക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രവാചകൻ പുറത്തോട്ട് ഇറങ്ങുകയാണ്. വീണ്ടും he again prayed. പ്രാർത്ഥന കൊണ്ട് പറയുകയാണ്, ഈ ജനത്തിന്റെ, അതായത് ഈ മഹാസൈന്യത്തിന്റെ കണ്ണ് അന്ധമാക്കണമേ.
അപ്പോൾ ഈ പ്രവാചകൻ പ്രാർത്ഥിച്ചു. ആ ജനത്തിന് കണ്ണ് കാണുന്നില്ല. അപ്പോൾ ഈ പ്രഭാതത്തിലെ ഇരുട്ടിൽ അവർക്കൊന്നും ഇങ്ങനെ തപ്പിത്തടയുകയാണ്. അപ്പോൾ പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ വന്ന വഴി ഇതല്ല. അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ അന്വേഷിക്കുന്ന ആളും ഇവിടെയില്ല, ഞാൻ നിങ്ങളെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. അവര് വന്നത് ഈ പ്രവാചകനെ പിടിക്കാനാണ്. ഏറ്റവും വലിയ സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി ഉള്ള ഒരു വലിയ സൈന്യം ഈ ഒരു ഉദ്ദേശിയെ പിടിക്കാൻ, കയ്യിൽ ഒരു വാളില്ലാത്ത ഒരു മനുഷ്യനെ പിടിക്കാൻ വന്നു നിൽക്കുകയാണ്. അവര് ഈ പ്രാർത്ഥന കൊണ്ട് കണ്ണ് കാണുന്നില്ല. അവർക്ക് ഇങ്ങനെ അന്ധതയുടെ അനുഭവത്തിൽ കടന്നു പോവുകയാണ്. അവരോട് പറയുകയാണ്, വഴി ഇതല്ല, നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ ഇവിടെയില്ല, ഞാൻ നിങ്ങളെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഞാനിങ്ങനെ ഇതൊരു പള്ളിയിൽ ഇങ്ങനെ പ്രസംഗിച്ച് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ ഒരു അങ്കിൾ ഓടി വന്നിട്ട്, അച്ഛാ എലീശ കള്ളം അല്ലേ പറഞ്ഞേ? വലിയ ആനക്കാര്യം പറഞ്ഞിട്ടിരിക്കുമ്പോഴാ ഈ വന്ന് പറയും, പ്രസംഗത്തിന്റെ എത്രയോ കാര്യങ്ങൾ പറഞ്ഞു, അതൊന്നും എലീശ കള്ളം പറഞ്ഞു ഇല്ല, ഇതാ അറിയേണ്ടി. ഇങ്ങനത്തെ ചോദ്യം ഒന്നും ചോദിക്കാൻ ഇങ്ങോട്ട് വരരുത്. എലീശ കള്ളം ഒന്നുമല്ല പറഞ്ഞത്. യുദ്ധമല്ല വഴി, സംഘർഷമല്ല വഴി, നമുക്ക് വേറെ വഴിയായി. ക്യാൻ വി ഗോ ഡിഫറently? ക്യാൻ വി മൂവ് ഡിഫറently? യുദ്ധമാണ്, ജയമാണ് എന്നൊക്കെ വിചാരിച്ച് വന്നവരോട് പറയുകയാണ്, ഇതല്ല വഴി. വി വിൽ വാക്ക് ഡിഫറently. നമുക്ക് വ്യത്യസ്തമായ യാത്ര തുടരാം. അങ്ങനെ ഈ മഹാസൈന്യത്തെ ശമരിയിലേക്ക് എത്തിക്കുകയാണ്. ശമരിയ ഇസ് എ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഇസ്രായേൽ. അപ്പോൾ അവിടെ ഇസ്രായേലിലെ രാജാവ് രാത്രി ഉറങ്ങിയിട്ടില്ല. ഏത് സമയത്ത് സർജിക്കൽ സ്ട്രൈക്ക് അരാം രാജാവ് നടത്തി അവന്റെ കസാറ തെറിപ്പിക്കും, കൊട്ടാരം വളയും, കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഇവനെ പോലും കൊന്നുകളയുമെന്ന മരണത്തിന്റെ ഭീതിയിൽ കഴിയുന്ന ഒരു മനുഷ്യൻ കണ്ണ് തുറന്നിങ്ങനെ വിൻഡോ കിളിവാതിൽ കൂടി നോക്കിയപ്പോൾ വിശ്വസിക്കാൻ വയ്യത്. കണ്ണിന് 2-3 പ്രാവശ്യം തിരുമി ഇങ്ങനെ നോക്കിയാണ്, ഞാൻ സ്വപ്നം കാണുകയാണോ, ഇത് റിയലി ഇറ്റ് ഈസ് ഹാപ്പനിങ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഞുള്ളിയൊക്കെ നോക്കുന്നു. അദ്ദേഹത്തിന് വിശ്വസിക്കാൻ വയ്യ. വിതൗട്ട് എനി കാഷ്വാലിറ്റി, ഒരു സൈനികനെ പോലും നഷ്ടപ്പെടുത്താതെ അരാം രാജാവിന്റെ ഏറ്റവും വലിയ ശക്തമായ സൈന്യം എവിടെ നിൽക്കുകയാണ്? ഇസ്രായേൽ രാജാവിന്റെ തലസ്ഥാന നഗരിയായ ശമര്യയിൽ കൊട്ടാരത്തിന്റെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ രാജാവിന് വിശ്വസിക്കാൻ പോയ തലവേദന പിടിപ്പിച്ചിരുന്ന ഒരു സംഭവമാണ് ഈ അരാം രാജാവിന്റെ സൈന്യം. അതിനെ വിതൗട്ട് എനി കാഷ്വാലിറ്റി. ക്യാൻ യു ഇമാജിൻ? ഈ പുസ്തകം വായിക്കുമ്പോൾ എനിക്കങ്ങ് രോമങ്ങ് തരും. എന്തൊരു മഹത്വമാണ്, അതിന്റെ ഒരു സ്പിരിറ്റാണ് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ രാജാവ് പുറത്തേക്ക് ഓടി ഇറങ്ങി വരികയാണ്. വന്നിട്ട് ഈ പ്രവാചകനെ കണ്ടിട്ട് പ്രവാചകനെ അങ്ങ് പൊക്കി, പിതാവേ, എന്റെ പിതാവേ എന്നൊക്കെ അങ്ങ് പൊക്കി. ചിലരൊക്കെ ഇങ്ങനെ അച്ഛന്മാരെ ആദ്യത്തെ 2 വർഷം അങ്ങ് പൊക്കും, അച്ഛനും അങ്ങ് പൊങ്ങിയും പോകും. ഷിജു അച്ഛനെ കണ്ടിട്ട് ഇതുവരെ താഴെ വീണിട്ടില്ല, പൊങ്ങി തന്നെ ഇരിപ്പുണ്ടെന്ന് വിശ്വസിക്കുന്നു. ചിലരൊക്കെ ഇങ്ങനെ അങ്ങ് സുഖിപ്പിച്ചങ്ങ് പൊക്കും. അപ്പോൾ ഈ വലിയൊരു കാര്യം ചെയ്തതാണ്. ഈ ഉദ്ദേശിയെ, ഈ ദൈവദാസനെ അങ്ങ് രാജാവിന് ഇഷ്ടപ്പെട്ടു. പേര് എന്റെ പിതാവേ, എന്റെ പിതാവേ, ഞാൻ ഇവരെ shall I kill them? ചോദിക്കുകയാണ്, ഞാൻ അവരെ വെട്ടിക്കളയട്ടെ? അപ്പോൾ പ്രവാചകൻ പറയുകയാണ്, നീ നിന്റെ വാളും കൊണ്ടും അമ്പും കൊണ്ടും പിടിച്ചവരെ വെട്ടിക്കളയുമോ? ഇത് വചനത്താൽ, പ്രാർത്ഥനയാൽ പിടിക്കപ്പെട്ടവരാണ്. വെട്ടാൻ നിനക്ക് അനുവാദമില്ല. ഇവർക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ്, അവർക്കൊരു വിരുന്നൊരുക്കി അവരെ വയറ് നിറയെ ഭക്ഷണം കഴിച്ച് പറഞ്ഞു വിടുക. അതാണ് ചെയ്യേണ്ടത്. മൂന്നാമതായിട്ട് ഈ വേദഭാഗത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇൻ ഫെയ്ത്ത് ജേർണി എലീഷ ട്രാൻസ്ഫോംഡ് ബാറ്റിൽ ഇൻടു ബാങ്ക്വറ്റ്. ഇൻ ഫെയ്ത്ത് ജേർണി എലീഷ ട്രാൻസ്ഫോംഡ് കോൺഫ്ലിക്റ്റ് ഇൻടു കമ്മ്യൂണിയൻ. വിശ്വാസയാത്രയിൽ പ്രാർത്ഥനയാലും ദൈവവചനത്താലും വിലാപക്കളത്തെ വിരുന്നുമേശയാക്കി തീർത്ത ഒരു പ്രവാചകന്റെ ശുശ്രൂഷയാണ്. Through prayer, through the word of God, by faith, Elisha transformed battle into banquet. നമ്മള് എന്താണ് തുടങ്ങിയത്? That's why I said, എന്താണ് ഈ കഥ തുടങ്ങുമ്പോൾ യുദ്ധത്തെ കുറിച്ച് പറ. നിങ്ങളൊരു സ്ക്രിപ്റ്റ് എഴുതുക. ജസ്റ്റ് ഇമാജിൻ യു ആർ റൈറ്റിംഗ് എ സ്ക്രിപ്റ്റ് അബൌട്ട് എ വാർ. അപ്പോൾ 2 ഇപ്പം അമേരിക്ക ഓർ ഇറാഖ് ഇങ്ങനെ യുദ്ധം നടക്കുമ്പോൾ നമ്മുടെ ഒരു ആഗ്രഹം അനുസരിച്ച് സ്ക്രിപ്റ്റ് എൻഡ് ചെയ്യുന്നത് അമേരിക്ക ജയിച്ചു, ഇല്ല എന്റെ രാജ്യം ജയിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എൻഡ് ചെയ്യും.
പക്ഷേ ഈ സ്ക്രിപ്റ്റ് തുടങ്ങുന്നത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. പക്ഷേ ഈ സ്ക്രിപ്റ്റ് ഇപ്പോൾ എൻഡ് ചെയ്യുന്നത് എവിടെയാണ്? ഒരു ഫെലോഷിപ്പ് ടേബിളിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വമ്പന്മാരെ കുറിച്ചും കരുത്തന്മാരെ കുറിച്ചും ശക്തന്മാരെ കുറിച്ചും ഈ പറയുന്ന പുസ്തകത്തെ ബ്യൂട്ടിഫുള്ളും മിറാക്കുലസും ആക്കി തീർക്കുന്നത് പ്രാർത്ഥിക്കുന്ന ഒരു കൊച്ചു സമൂഹം. ഫുട് നോട്ട്സ് ഫ്രെയിമിംഗ് ദി ഫാക്ട്സ്. അതുകൊണ്ടാണ് പറഞ്ഞത്, അടിക്കുറിപ്പുകൾ ഈ പുസ്തകത്തിന് അതിമനോഹരമായ ഒരു ജാലകം, വിൻഡോ, ഒരു ഫ്രെയിം ചിട്ടപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ സ്റ്റോറി എൻഡ് ചെയ്യുന്നത് എന്താണ്? ഒന്നി അരാം രാജാവ് ജയിച്ചു എന്നോ ഇസ്രായേൽ രാജാവ് തോറ്റു എന്നോ ആയിരക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നും പറഞ്ഞ് എൻഡ് ചെയ്യേണ്ട ഈ കഥ, ബൈ ഫെയ്ത്ത്, ത്രൂ പ്രേയർ, by the word of God, battle transformed into banquet, conflict transformed into communion. നാളെ വിശുദ്ധ കുർബാനയെ കുറിച്ച് ചിന്തിക്കുകയാണ് സഭ. ഹോളി കമ്മ്യൂണിയൻ, സാക്രമെന്റ് ഓഫ് താങ്ക്സ് ഗിവിംഗ്. അതാണ് നമ്മൾ നാളെ ചിന്തിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഈ സ്റ്റോറി എൻഡ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കൂട്ടായ്മയുടെ, സന്തോഷത്തിന്റെ അനുഭവമാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ, ഈ വചനത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നാം ഓർക്കേണ്ടത്, ഈ വചനം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും രൂപാന്തരപ്പെടുത്തുന്നതാണ്. ഈ വചനത്തിൽ വിശ്വസിക്കാൻ സാധിക്കുമോ? കുടുംബ സംഘർഷത്തിന്റെ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നവർ, സഹോദരങ്ങൾ തമ്മിൽ വൈരാഗ്യത്തിന്റെ അനുഭവത്തിൽ കടന്നു പോകുമ്പോൾ, ഇടവകയിലെ അംഗങ്ങൾ തമ്മിൽ ചേരിതിരിവുകളിൽ കടന്നു പോകുമ്പോൾ, ഈ വചനം ഓർമ്മപ്പെടുത്തുന്നത്, ബാറ്റിൽ ട്രാൻസ്ഫോംഡ് ഇൻടു എ ബാങ്ക്വറ്റ്, കോൺഫ്ലിക്റ്റ് ട്രാൻസ്ഫോംഡ് ഇൻടു എ കമ്മ്യൂണിയൻ. സംഘർഷം വിലാപക്കളം വിരുന്നുമേശയാക്കി തീർത്ത ദൈവത്തിന്റെ ഇടപെടലാണ് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കോവൂരിന്റെ ചെറുകഥകൾ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ ഒരു കഥ വായിക്കാൻ ഇടയായിട്ടുണ്ട്. അതില് 2 സഹോദരങ്ങൾ അടുത്തടുത്ത് വീട് വെച്ച് താമസിക്കുകയാണ്. അപ്പോൾ മൂത്ത സഹോദരന്റെ മക്കളൊക്കെ ഇങ്ങനെ ഗൾഫിലോ പേർഷ്യയിലോ ഒക്കെയാണ്. അവരൊക്കെ ജോലിയൊക്കെ ഇടയ്ക്കൊക്കെ DD ഡ്രാഫ്റ്റും ഒക്കെ അയച്ചു കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് വലിയ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഒന്നുമില്ല. അപ്പോൾ ഇളയ സഹോദരൻ, അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളൊക്കെ പ്രൈമറി സ്കൂളിലും ഫസ്റ്റ് ഗ്രേഡ് എലമെന്ററിയിലും ഒക്കെ പഠിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് കൂലിപ്പണിക്കൊക്കെ പോയി വേണം എന്തെങ്കിലും കുഞ്ഞുങ്ങളുടെ പഠനം, ജീവിതമൊക്കെ നയിക്കേണ്ടത്. അപ്പൊ ഇടയ്ക്കൊക്കെ ഈ വീട്ടിൽ ആഹാരത്തിന് പോലും വകയില്ലാതെ വരുമ്പോൾ ഈ 2 സഹോദരങ്ങളുടെ പുരേടത്തിന്റെ നടുവിൽ ഒരു പ്ലാവ് നിപ്പുണ്ട്. പ്ലാവ്, ജാക്ക് ഫ്രൂട്ട് ട്രീ. പണ്ടൊക്കെ ഈ ചക്ക വേവിച്ച് കഴിച്ച ഒരു സംഭവമായിരുന്നു നമ്മൾ കേരളത്തിൽ. ചിലരുടെയൊക്കെ ഇരിപ്പ് കണ്ടിട്ട്, വാട്ട് ഈസ് ചക്ക അല്ലേ, എന്തോ ഇത്, അങ്ങനെയൊന്നും ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല അച്ഛാ, ഞങ്ങൾ പിസ്സയും ബർഗറും ഇതൊക്കെ കഴിച്ചാണ് ഞങ്ങളിങ്ങനെ വന്നത് എന്ന് പറയുന്ന വിധത്തിൽ നമ്മൾ ഇരിപ്പുണ്ടെങ്കിലും, മൈ ഡിയർ ചിൽഡ്രൻ, അവർ ഫോർഫാദേഴ്സ് വെയർ ഈറ്റിംഗ് ചക്ക. അത് നല്ല ഹെൽത്തിന് നല്ലതാണ്. ഇപ്പൊ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതിനെ സർട്ടിഫൈ ചെയ്ത് ഷുഗർ രോഗികൾക്ക് ഏറ്റവും ബെസ്റ്റ് ആഹാരമാണ് ചക്ക വേവിച്ചത്. അപ്പോൾ ഈ സഹോദരന്റെ കുടുംബം ഈ പ്ലാവയിലെ ചക്ക പറിച്ചാണ് അത്താഴത്തിന് വേണ്ടി ആശ്രയിക്കുന്നത്. അപ്പോൾ ഈ സഹോദരന്റെ കുടുംബം ഈ ചക്കയിൽ, ഈ പ്ലാവിൽ ആശ്രയിച്ചിങ്ങനെ പോകുമ്പോൾ മൂത്ത സഹോദരൻ എന്ന് പറയടാ, ഈ പ്ലാവയിലെ ചക്ക പറിക്കാൻ നിനക്ക് റൈറ്റ് ഇല്ല, നിനക്ക് അവകാശമില്ല. ഈ പ്ലാവ് എന്റെ പുരേടത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇളയവൻ പറയുകയാണ്, അത് നിന്റെ പുരയിടത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് നട്ടത് എൻ്റെ അപ്പനാണ്, അതുകൊണ്ട് ഇതിലെ ചക്ക പറിക്കാൻ എനിക്കും അവകാശമുണ്ട്. 2 പേര് തമ്മിൽ സംഘർഷമായി. മൂത്ത ചേട്ടൻ കൊണ്ടുപോയി അത് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. അവസാനം പ്ലാവ് ആരുടേതാണ് എന്ന വാദപ്രതിവാദത്തിന് വേണ്ടി കോർട്ടിലും എത്തി. കുറെ നാളത്തെ ലീഗൽ അപ്പിയറൻസിന് ശേഷം മൂത്ത സഹോദരന് അനുകൂലമായി വിധി വന്നു. പ്ലാവ് ആർക്കാണ്? എൽഡർ ബ്രദറിനുള്ളതാണ്. അപ്പോൾ 2 പേരും, മൂത്ത സഹോദരൻ എല്ലാം കിട്ടി ജയിച്ചു എന്നുള്ള മട്ടിൽ വീട്ടിൽ വരുമ്പോൾ ഭാര്യ മാനസാന്തരപ്പെട്ട ഒരു അമ്മാമയായിരുന്നെന്ന് തോന്നുന്നു. മനുഷ്യ, നമുക്ക് ദൈവം ഇത്രയെല്ലാം അനുഗ്രഹം തന്നിട്ടില്ലേ?
നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിച്ചിട്ടില്ലേ? അവനും അവൻ്റെ കുടുംബവും ആ പ്ലാവയിലെ ചക്ക പറിച്ച് ജീവിക്കുക. അത് അവരുടെ ആഹാരമായി അതങ്ങനെ വിട്ടുകൊടുക്കരുത്. ഈ കേസിനും ഈ പ്രശ്നത്തിനൊക്കെ പോകേണ്ട ആവശ്യമുണ്ടോ? എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, ഇങ്ങനെ ഒരു ഉപദേശം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചെയ്താൽ പല മാർത്തോമാ പള്ളിയിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും, പല കുടുംബത്തിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു അഡ്വൈസ് ഒക്കെ കൊടുക്കണം. കമ്മിറ്റിയിലും ജനറൽ ബോഡിയിലും ഒക്കെ ഈ വായ ഒന്ന് വെക്കാച്ച ഒന്ന് ഇച്ചിരി സമാധാനപ്പെട്ട്. നിങ്ങളുടെ ചിരി കണ്ടിട്ട് ഇവിടെ അങ്ങനെയൊക്കെയാണോ? ഐ എം ജോക്കിങ്. എനിക്കറിയാം അടുത്ത വർഷം ഇവനെ വിളിക്കുന്ന പരിപാടിയില്ല. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഈ ഭാര്യ ഉപദേശിച്ചപ്പോൾ അദ്ദേഹത്തിന് അങ്ങ് മനസ്സങ്ങ് മാറി. അയ്യോ, ഞാൻ ചെയ്ത് തെറ്റായി പോയല്ലോ. അപ്പൊ ഞാൻ പറയാണ്, എന്തായാലും ഇത്രയൊക്കെ പ്രശ്നം നടന്നു, അതങ്ങ് അവന് വിട്ടുകൊടുക്കാം. അപ്പോൾ അദ്ദേഹം ഈ ഇളയ സഹോദരന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഉമ്മരത്തിങ്ങനെ സ്റ്റെപ്പയില് ഇളയ സഹോദരൻ ഇരിക്കുകയാണ്. ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്, എല്ലാം നഷ്ടപ്പെട്ടു. ഒരു പ്ലാവ് അന്ന് വലിയ വിഷയമാണ്. അതിൽ ചക്കയൊന്നും പറിക്കാൻ പറ്റത്തില്ല. ഇവൻ കേസ് കൊടുത്തു. ഇങ്ങനെ വളരെ ഭാരപ്പെട്ട് നിൽക്കുകയാണ്. നിൽക്കുമ്പോൾ മൂത്ത സഹോദരൻ ഇങ്ങനെ നടന്നു വരുന്നു. എന്നിട്ട് പറയണ, എടാ, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. ഈ പ്ലാവും ഇതും നിനക്കും നിന്റെ മക്കൾക്കും വേണ്ടി ഞാൻ വിട്ടു തരികയാണ്. എൻ്റെ സന്തതി പരമ്പരകൾ ഇതിനോട് അവകാശം പറഞ്ഞ് നിന്റെ അരികിൽ വരികയില്ല. ഞാൻ ഇന്ന് ഇവിടെ വെച്ച് സത്യം ചെയ്യുകയാണ്, ഇത് നിനക്ക് വേണ്ടി വിട്ടു തരികയാണ്. അപ്പോൾ ഇത് കേട്ട ഇളയ സഹോദരൻ ഭയങ്കരമായിട്ട് ഭാരപ്പെട്ട് ഇരുകരങ്ങളിലും മുഖത്തേക്ക് വെച്ച് പൊട്ടി പൊട്ടി കരയുകയാണ്. അപ്പൊ നമ്മൾ ഓർത്തു ഇദ്ദേഹം കരഞ്ഞത് എന്തിനു വേണ്ടിയാണോ? അയ്യോ, മൂത്ത സഹോദരന്റെ ആ സാക്രിഫൈസ് കണ്ടിട്ടാണ്, വേറെ ഒന്നുമില്ല. അദ്ദേഹം കോടതിയിൽ തനിക്ക് പ്ലാവില്ല എന്നറിഞ്ഞപ്പോൾ എനിക്കില്ലാത്ത പ്ലാവ് നിനക്കും വേണ്ട എന്ന ഉദ്ദേശത്തിൽ അദ്ദേഹം അന്ന് ഈ പ്ലാവിന്റെ പട്ട ഇളക്കി അതിന് ഒരു ഹോളൊക്കെ ഉണ്ടാക്കി. നിങ്ങൾ ആരും ഇങ്ങനെ പണി കാണിച്ചേക്കരുത് കേട്ടോ, എവിടെയും പോയി. അതിനൊരു രന്ധ്രമുണ്ടാക്കി അതിൽ നിറയെ മർക്കുറിയം നിറച്ചു വെച്ചു. നിന്ന നിപ്പിൽ ഈ പ്ലാവ് ഉണങ്ങിപ്പോകാനുള്ള എല്ലാ സംവിധാനവും ചെയ്തു വെച്ചിട്ടാണ് ഇവൻ ഇവിടെ ഉമ്മരത്തിരിക്കുന്നത്. അപ്പോഴാണ് സഹോദരൻ എന്ന് പറയുന്നത്, ഇത് നിനക്ക് വിട്ടുതരാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇത്തരത്തിലുള്ള കുഞ്ഞനുജന്മാർ നമ്മുടെ ഭവനങ്ങളിലില്ലേ? നമ്മുടെ സഭയിലില്ലേ? നമ്മുടെ സമൂഹത്തിലില്ലേ? നമ്മുടെ ഇടവകയിലില്ലേ? ക്ഷമിക്കാൻ, അനുരഞ്ജനത്തിന്റെ അനുഭവത്തിൽ കൂടി കടന്നു പോകാൻ സാധിക്കുമോ? നാം ഇവിടെ കാണുന്നുണ്ട്, പ്രാർത്ഥനയാലും ദൈവവചനത്തിന്റെ ശക്തിയാലും യുദ്ധത്തെ, വിലാപകളത്തെ വിരുന്നുമേശയാക്കി തീർത്ത ഒരു സംഭവമാണ് ഈ വേദഭാഗം നമ്മുടെ മുൻപിൽ വരച്ച് കാട്ടുന്നത്. അവിടെ പറയുന്നുണ്ട്, അവർ തിന്ന് തൃപ്തരായി അവരുടെ രാജ്യത്തേക്ക് മടങ്ങിപ്പോയി. They were defeated but fed. അവർ തോറ്റു. ഏതിന്റെ മുമ്പിലാണ്? വാളിന്റെ മുമ്പിലല്ല, മിസൈലിന്റെ മുമ്പിലല്ല, പ്രാർത്ഥനയുടെ മുമ്പിലും ദൈവവചനത്തിന്റെ മുൻപിലും ദൈവഭയമുള്ള ഒരു മനുഷ്യന്റെ മുമ്പിലുമാണ് അവര് തോറ്റുപോയത്. അവിടെ പറയുന്നുണ്ട്, പിന്നീട് അരാം പടക്കൂട്ടം ഇസ്രായേലിലേക്ക് തിരിഞ്ഞ് നോക്കിയതുപോലുമില്ല. ആ വചനം പറയുന്നത്, പിന്നീട് അരാം പടക്കൂട്ടം ഇസ്രായേലിലേക്ക് തിരിഞ്ഞ് നോക്കിയതുപോലും ഇല്ല. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങളാൽ നാം കടന്നു പോകുമ്പോൾ വലിയ ഒരു തലവേദനയായിരുന്നു ഇസ്രായേലിൻ്റെത്. അരാം രാജാവും അദ്ദേഹത്തിന്റെ പട. ഉറക്കമില്ല, സമാധാനമില്ല, സംഘർഷഭരിതമായ അനുഭവത്തിൽ കൂടി കടന്നു പോകുകയാണ്. അവിടെ പറയുന്നുണ്ട്, പിന്നീട് അരാം പടക്കൂട്ടം ഇസ്രായേലിലേക്ക് തിരിഞ്ഞു നോക്കിയതുപോലുമില്ല. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിലും ദൈവവചനത്തിലും പ്രാർത്ഥനയിലുമാണ് ഇതിനെ അതിജീവിച്ചത്. നമ്മൾ പാടാറുണ്ട്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ. ഇത് ഇവിടെയാണ് അതിന്റെ മഹത്വം കാണാൻ സാധിക്കും. ഇസ്രായേലിന്റെ വലിയൊരു ഭാരം നീങ്ങിപ്പോയത്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിക്ക് ഒരു മാറ്റം ദൈവമേ നിന്റെ വചനത്തിലും നിന്റെ
സന്നിധിയിലും ആശ്രയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കുടുംബത്തിൽ പ്രശ്നം അനുഭവിക്കുന്നുണ്ടോ? ജോലി മേഖലയിൽ സംഘർഷം അനുഭവിക്കുന്നുണ്ടോ? വചനം ഓർമ്മപ്പെടുത്തുന്നത് പ്രാർത്ഥനയാലും ദൈവവചനത്തിലുള്ള സമർപ്പണത്താലും ഇതിന് ഉത്തരം ലഭിക്കും. പിന്നീടോ അരാം പടക്കൂട്ടം ഇസ്രായേലിലേക്ക് തിരിഞ്ഞു നോക്കിയതുപോലുമില്ല. അത്തരത്തിൽ അർത്ഥപൂർണമായ ഒരു ജീവിതം നയിപ്പാൻ സഹായിക്കട്ടെ. 3 ചിന്തകളാണ് ഈ രാത്രിയുടെ ഈ സമയത്ത് ഈ വചനത്തിൽ നിന്ന് നിങ്ങളോട് പങ്കിട്ടത്. ബൈ ഫെയ്ത്ത് എലൈജ envisioned an alternative world. വിശ്വാസത്താൽ ദൈവവചനത്താലും എലീശ ഒരു ബദൽ ലോകക്രമത്തെ വിഭാവനം ചെയ്തു. ഇസ് ഇറ്റ് പോസിബിൾ ഇൻ ദിസ് പാൻഡമിക് പീരിയഡ്? രണ്ടാമതായിട്ട് ചിന്തിച്ചത്, ഇൻ ഫെയ്ത്ത് ജേർണി Elijah's prayer enabled him to see the view beyond the view. കാഴ്ചയ്ക്കപ്പുറത്തെ കാഴ്ച കാണാൻ അവന്റെ പ്രാർത്ഥനാ ജീവിതവും അവന്റെ ദൈവത്തിലുള്ള ആശ്രയവും അവനെ സഹായിച്ചു. പ്രതിസന്ധിയുടെ അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോൾ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ, എല്ലാം അസ്തമിച്ചു എന്ന് നീ വിചാരിക്കുമ്പോൾ, കാഴ്ചയ്ക്കപ്പുറത്തെ കാഴ്ച കാണാൻ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ, ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാമതായിട്ട്, ഇൻ ഫെയ്ത്ത് ജേർണി Elijah transformed battle into banquet. Elijah transformed conflict into communion. വിശ്വാസത്താലും പ്രാർത്ഥനയാലും വിലാപക്കളത്തെ വിരുന്നുമേശയാക്കി തീർത്ത ഒരു അത്ഭുതത്തിന്റെ സംഭവമാണ് ഈ വേദഭാഗത്ത് നമ്മൾ കേട്ടത്. അതുകൊണ്ട് ഒരു രൂപാന്തരത്തിന്റെ അനുഭവം, ദൈവിക ശക്തി നമ്മോട് ഇടപെടുന്നത് തിരിച്ചറിയുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ, അതിനുവേണ്ടി ബലപ്പെടുത്തട്ടെ എന്നീ സമയത്ത് പ്രാർത്ഥിക്കാം.